Hi everyone. How you will manage stress at your workplace? 4 പോയിന്റ്സിലാണ് മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം പ്രൊവാക്റ്റീവ് മെഷേഴ്സ് ടു പ്രിവെൻറ്റ് സ്ട്രെസ്. അതായത് പ്രിവെൻറ്റീവായിട്ട് നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യാൻ എന്തൊക്കെ ആക്ഷൻ എടുക്കും എന്നുള്ളത് മെൻഷൻ ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ് ആൻഡ് ഏർലി റെക്കഗ്നീഷൻ ഓഫ് സൈൻസ് ഓഫ് സ്ട്രെസ്. അപ്പം എങ്ങനെ അതിനെപ്പറ്റി സെൽഫ് അവെയർ ആയിരിക്കാനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള സ്ട്രാറ്റജീസ് അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലൈസേഷൻ ഓഫ് ഓർഗനൈസേഷണൽ ഫെസിലിറ്റീസ്. അതായത് നിങ്ങൾ സ്ട്രെസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാനേജ് ചെയ്യാനായിട്ട് ഉള്ള റിസോഴ്സസ് നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എന്ന് പ്രൊജക്ട് ചെയ്യുക. ദെൻ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഓൺ പ്രാക്ടീസ്. അതായത് ഓൺഗോയിങ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഈ സ്ട്രെസ് മാനേജ്മെന്റിന് എന്തൊക്കെ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളത് റിഫ്ലക്ഷൻ വഴി നിങ്ങൾ എങ്ങനെ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഈ പ്രൊവാക്റ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റിയ മെഷേഴ്സ് എന്തൊക്കെയാണ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ടൈം മാനേജ്മെൻറ്റ്, ദെൻ പ്ലാനിങ്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ദെൻ സീക്കിംഗ് ഹെൽപ്പ് വെൻ നീഡഡ്. അതായത് ഇപ്പോൾ പേഷ്യൻസ് കൂടുതലാണ്, നമുക്ക് നമ്മളുടെ ആ വർക്ക് ഗോൾസ് മീറ്റ് ചെയ്യാൻ പറ്റില്ല, ഹെൽപ്പ് വേണം എന്നുള്ള സിറ്റുവേഷനിൽ നമ്മളത് ഇമീഡിയറ്റ് മാനേജറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പം ഓപ്പൺ കമ്മ്യൂണിക്കേഷനും എസ്കലേഷൻ ഓഫ് നീഡ്സ് ആൻഡ് സീക്കിംഗ് ഹെൽപ്പ് ഇതൊക്കെയാണ് ഞാൻ ചെയ്യുക എന്നുള്ള രീതിയിൽ വേണം പ്രൊവാക്റ്റീവ് മെഷേഴ്സിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് നമ്മൾ ഇനി സ്ട്രെസ് നമ്മൾ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ സ്ട്രെസ് നമുക്ക് ഉണ്ടെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് അതിൻ്റെ സിംറ്റംസ് നമ്മൾ എക്സിബിറ്റ് ചെയ്യുക. അത് ഫിസിക്കൽ സിംറ്റംസ് ആയിട്ട് വരാം, സൈക്കോളജിക്കൽ സിംറ്റംസ് ആയിട്ട് വരാം, പിന്നെ കൊഗ്നിറ്റീവ് സിംറ്റംസ് ആയിട്ട് വരാം, സോഷ്യൽ ഓർ ബിഹേവിയറൽ ചേഞ്ചസ് ആയിട്ട് വരാം. അപ്പോൾ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഹെഡ് ഏക്ക് അല്ലെങ്കിൽ ബോഡി പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട് ചിലരിൽ. ദെൻ ബിഹേവിയറൽ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ, ദെൻ കൊഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ ഇറിറ്റബിലിറ്റി, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ബിഹേവിയറൽ എന്ന് പറയുമ്പോൾ വിഡ്രോവൽ ഫ്രം ഫ്രണ്ട്സ് ആൻഡ് കൊളീഗ്സ് അങ്ങനെയുള്ള. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഞാൻ അത് ഐഡൻറ്റിഫൈ ചെയ്യും എന്ന് പറയാം. അടുത്തത് ഞാൻ പറഞ്ഞ പോയിന്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഓർഗനൈസേഷണൽ ഫെസിലിറ്റീസ് ആണ്. അതിൽ നമുക്ക് മെൻഷൻ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡീബ്രീഫിംഗ്, പീർ സപ്പോർട്ട്, യൂട്ടിലൈസേഷൻ ഓഫ് എംപ്ലോയർ സർവീസസ് ലൈക്ക് കൗൺസിലിംഗ് സർവീസസ് എക്സെട്ര. അപ്പോൾ സെൽഫ് റിഫ്ലക്ഷൻ കൊണ്ട് എങ്ങനെ സെൽഫ് റെസിലിയൻസ്, അതായത് മാനസികമായിട്ട് തിരിച്ചു വരാനുള്ള ഒരു ശക്തി, സെൽഫ് റെസിലിയൻസും ഇംപ്രൂവ്ഡ് കോപ്പിംഗ് സ്ട്രാറ്റജീസും നിങ്ങൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറയുവാണെങ്കിൽ ഇത് ഓസ്ട്രേലിയയിലെ നഴ്സിംഗ് പ്രാക്ടീസിനെ ബേസ് ചെയ്യുന്ന NSQHS ആൻഡ് NMBA സ്റ്റാൻഡേർഡ്സ് ചില സ്റ്റാൻഡേർഡ്സിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഈ ആൻസർ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പം ഈ പോയിന്റ്സ് നിങ്ങൾ മെൻഷൻ ചെയ്യുവാണെങ്കിൽ ആ സ്റ്റാൻഡേർഡ്സ് എല്ലാം കവറായി വരും.